ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മേക്കപ്പ്. നാട്ടിൽ ഇന്ന് വിവിധ തരത്തിലുള്ള മേക്കപ്പ് സാധനങ്ങൾ സുലഭമാണ്. എന്നാൽ മേക്കപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്നറിയാമോ? ആദ്യം ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ള തെളിവുകൾ പുരാതന ഈജിപ്തിലാണ്. ഈജിപ്തുകാരാണ് ആദ്യമായി മേക്കപ്പ് കണ്ടുപിടിച്ചത്. ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളിൽ നിന്ന് ചില മേക്കപ്പ് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മേക്കപ്പ് ആത്മീയ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു. അവരുടെ ചില സാങ്കേതിക വിദ്യകളും മറ്റും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയുമായി സാമ്യമുള്ളതാണ്. പുരാതന ഈജിപ്തുകാർ മേക്കപ്പ് സ്വയം സൃഷ്ടിച്ചിരുന്നില്ല, പക്ഷേ അവർ അതിൽ പ്രാവീണ്യം നേടി. സമ്പന്നരായ ഈജിപ്തുകാർ അവരുടെ ചർമ്മം സംരക്ഷിക്കാനായി പല കാര്യങ്ങളും ചെയ്തിരുന്നു. ചർമ്മം വൃത്തിയാക്കാൻ ഉപ്പ്, ചർമ്മത്തിന് ഈർപ്പം നൽകുവാനും പോഷിപ്പിക്കാനും ഫേസ് മാസ്കുകൾ, പാലും തേനും ചേർത്തുള്ള കുളി, അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാൻ ഷുഗറിൻ ടെക്നിക്, ഇതൊക്കെ കാലങ്ങൾക്ക് മുൻപേ അവർ ഉപയോഗിച്ചിരുന്നു. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ പച്ച ഐഷാഡോ, കറുത്ത ഐലൈനർ, ചുവന്ന ലിപ്സ്റ്റിക് എന്നിവയുമായി സാമ്യമുള്ളതായിരുന്നു. അവർ കണ്ണുകൾക്ക് ചുറ്റും കെട്ടിയ കട്ടിയുള്ള കറുത്ത കോൾ വെറുമൊരു സ്റ്റൈൽ പോയിന്റ് മാത്രമായിരുന്നില്ല, അത് സൂര്യപ്രകാശം കുറയ്ക്കുകയും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതുമായിരുന്നു. ഈജിപ്തുകാർ ഐലൈനർ ഒരു സൗന്ദര്യവർദ്ധക ഉപകരണവും കണ്ണുകളുടെ സംരക്ഷണത്തിനുള്ള ഒരു പുരാതന രൂപവുമാക്കി മാറ്റി. ആധുനിക കാലത്തെ പോലെ കണ്ണുകളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുവാൻ കോൾ എന്നറിയപ്പെടുന്ന ഐലൈനർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ മൃഗക്കൊഴുപ്പുമായി കളിമൺ പിഗ്മെന്റ് കലർത്തി ചുവന്ന ലിപ്സ്റ്റിക് ഉണ്ടാക്കി. ഈ ലിപ്സ്റ്റിക് കവിളിൽ ബ്ലഷായും പുരട്ടിയിരുന്നു. ബ്രഷുകൾ, സ്പൂണുകൾ തുടങ്ങിയ വിവിധ മേക്കപ്പ് ഉപകരണങ്ങളിൽ ഈജിപ്തിലെ വിശുദ്ധ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്.